ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സൽ ഉപയോഗിച്ചൊരു സ്റ്റോക്ക് ഇൻഫർമേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് അതിന് എക്സലിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്യുകയോ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സലിൻ്റെ തന്നെ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സലിൻ്റെ 365 സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എക്സലിൻ്റെ തന്നെ ആ ഒരു ഫീച്ചർ ഇൻക്ലൂഡഡ് ആണ്. അതിനെ നമ്മൾ റിച്ച് ഡേറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ അകത്ത് ഡേറ്റയ്ക്കകത്ത് സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കമ്പനികളുടെ പേരെടുത്തത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കമ്പനികളുടെ ഇന്ത്യൻ കമ്പനികളുടെ പേര് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. റിലയൻസ് ഉണ്ട്, TCS ഉണ്ട്, HDFC ഉണ്ട്, ഇൻഫോസിസ്. ഈ 4 കമ്പനികളുടെ ഡേറ്റ എക്സൽ ഉപയോഗിച്ച് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഹോമിൻ്റെ അകത്ത് ഡേറ്റയ്ക്കകത്ത് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ സ്റ്റോക്സ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്തു. എക്സൽ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എക്സൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെ. അതിൻ്റെ കാർഡ് അതിൻ്റെ അകത്ത് ഷോ കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത് ക്ലിക്ക് ചെയ്യുക, ഷോ കാർഡ് എന്ന് പറഞ്ഞ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ കമ്പനിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ പ്രൈസ്, ആ കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, ഷെയറിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഇൻസേർട്ട് ചെയ്തു. വളരെ വീതി കൂട്ടാം. ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇത് എൻ്റെ ഇക്വേഷൻ നമുക്ക് കാണാം, D4.price. അപ്പോൾ നമുക്ക് നോക്കാം ഇക്വേഷൻ വഴി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. D = D5 ഡോട്ട്. നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഡേറ്റ ഏതൊക്കെ വാല്യൂ ഉള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് പ്രൈസ് നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ടാറ്റ TCSൻ്റെ പ്രൈസ് നമുക്ക് കിട്ടി. നമുക്കിത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. ഈ കമ്പനികളുടെ മുഴുവൻ ഷെയറിൻ്റെ പ്രൈസ് നമുക്കിപ്പോൾ കിട്ടി. നമുക്കിതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ, നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇതിനെ ഒരു ടേബിളായിട്ട് എടുക്കുകയാണ്, കൺവേർട്ട് ചെയ്യുകയാണ്. ഇതിനെ ഇൻസേർട്ട് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്തു. ഇതിന് പ്രൈസിന് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോയ്ക്കകത്ത് ട്രാക്കർ നെയിം, നമുക്ക് ഒരു കമ്പനിയുടെ ഒരു ട്രാക്കർ നെയിം ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ്. നമുക്ക് നോക്കാം. ട്രാക്കർ സിമ്പിൾ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ 52 വീക്സ് ഹൈ, നമ്മളതിനകത്ത് 52 വീക്സ് ഹൈ, 52 വീക്സ് ലോ പ്രൈസ്, ഈ രണ്ടും നമ്മൾ സെലക്ട് ചെയ്തു. ഇത് എക്സലിൻ്റെ ടേബിളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഷെയർ വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഷെയർ കുറച്ച് വാങ്ങിക്കുന്നതിന് നമുക്ക് റിലയൻസിൻ്റെ കുറച്ച് ഷെയർ നമ്മുടെ കയ്യിലുണ്ട്, ഒരു 100 ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഷെയർ, നമ്പർ ഓഫ് ഷെയർസ്, റിലയൻസിൻ്റെ ഒരു 100 ഷെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. TCSൻ്റെ നമുക്കൊരു 150 ഷെയർ ഉണ്ട്. HDFCയുടെ ഒരു 50 ഷെയർ ഉണ്ട്. ഇൻഫോസിസിൻ്റെ ഒരു 250 ഷെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഉള്ളത് എത്ര വിലയ്ക്കാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് നോക്കാം. റിലയൻസിൻ്റെ ഒരു 1900 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. TCSൻ്റെ നമുക്കൊരു 3025 രൂപയ്ക്ക് വാങ്ങിച്ചു. HDFCയുടെ ഒരു 1455 രൂപയ്ക്ക് വാങ്ങിച്ചു. ഇൻഫോസിസിൻ്റെ 1300 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോ കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഇൻറ്റു ഷെയർ, കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം.
ഇപ്പോഴത്തെ നമ്മുടെ ഈ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു പ്രൈസ്. നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന വിലയും വിറ്റ വില വാങ്ങിച്ചിരിക്കുന്നതിൻ്റെയും വാല്യൂ കൊണ്ട് തമ്മിലുള്ള വ്യത്യാസം കാണാം. ഇപ്പോഴത്തെ പൊസിഷൻ വാല്യൂ മൈനസ് കോസ്റ്റ്. നമുക്കിതിൽ എച്ച് ഡി എഫ് സിയുടെ മാത്രം ഷെയർ കുറച്ച് നഷ്ടത്തിൽ പോയിരിക്കുന്നതായിട്ട് കാണാം. ബാക്കിയെല്ലാം ലാഭത്തിലാണ് പോയിരിക്കുന്നത്. ഇത് 3000 ആക്കിയ 3000. ഓക്കെ, ബാക്കിയെല്ലാം ലാഭത്തിലാണ് പോയിരിക്കുന്നത്. ഇത് മൈനസ് ആണെങ്കിൽ ഒന്ന് ഹൈലൈറ്റ്. നമുക്ക് കോസ്റ്റ് നമ്മൾ ഡേറ്റ എൻട്രി ചെയ്ത് കൊടുക്കുന്നതിൻ്റെ വാല്യൂ ഇത് നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കാം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോസ്റ്റ് ഒരു ഗ്രീൻ കളറിൽ കൊടുക്കുക, റെഡിഷ് കളറിൽ. ഇതാണ് നമ്മുടെ കോസ്റ്റ്. വാല്യൂ ഒരു ഗ്രീനിഷ് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഒരു കണ്ടീഷണൽ ഫോർമാറ്റ് ഉപയോഗിച്ച് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഒരു ഹൈലൈറ്റ് റെഡ് കളർ കൊടുത്തിരിക്കുന്നു. ഈ ടേബിളിൻ്റെ ടോട്ടലും നമുക്ക് നോക്കാം. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക, റോ ടോട്ടൽ എടുക്കുക, വാല്യൂവിൻ്റെ ടോട്ടൽ നമുക്ക് ടോട്ടൽ എടുക്കാം, പോർട്ട്ഫോളിയോ കോസ്റ്റിൻ്റെ ടോട്ടൽ എടുക്കാം, സം ചെയ്യാം. കോസ്റ്റ് കൗണ്ട് എടുത്ത് 4 കമ്പനികളുടെ ഷെയർ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ വാങ്ങിച്ചു, സം ചെയ്തു. ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു കമ്പനി കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട്, ന്യൂ റോ ബിലോ. ഒരു ടേബിൾ ഓൾറെഡി കാൽക്കുലേഷനൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഡേറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഹാഷ് ഫീൽഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഡേറ്റ കൊടുക്കാം. ടാറ്റ മോട്ടോഴ്സ്. ഡേറ്റ കണ്ടെത്തിയിട്ടില്ല, നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡേറ്റ സെലക്ടർ വിൻഡോ പേജ് നമുക്ക് കാണാം. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച ഏത് സ്റ്റോക്കാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റോക്കിൻ്റെ വാല്യൂ അവിടെ വന്നു. നമ്മൾ എത്ര സ്റ്റോക്ക് വാങ്ങിച്ചു, ഒരു 500 സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അകത്ത് നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് എന്നുള്ളത് കൊടുക്കുക. ഒരു 12 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പം നമുക്ക് 725 രൂപ അതിൽ ലാഭമാണ്. ഓക്കെ, നമ്മളതൊരു 14 രൂപയ്ക്കാണ് വാങ്ങിച്ചതെങ്കിൽ 275 രൂപ നഷ്ടമാണ്. നമുക്ക് ഓൾറെഡി റെഡ് അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലാണ് ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ എക്സൽ ഉപയോഗിച്ച് ചെയ്യുന്നത്. എക്സലിൻ്റെ റിച്ച് ഡേറ്റ ടൈപ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് കറൻസി നമുക്കുണ്ട്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജിയോഗ്രാഫി ഉണ്ട്, ആക്ടിവിറ്റി ഉണ്ട്, ഫുഡുണ്ട്, ലൊക്കേഷൻ, ഒരുപാട് ഡേറ്റ ഉണ്ട്. നമുക്കിപ്പം ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഫുഡ് സെലക്ട് ചെയ്യാം. ആപ്പിൾ എടുത്തു സെലക്ട് ചെയ്തു. ആപ്പിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മുഴുവൻ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം ആപ്പിളിൻ്റെ കലോറി, നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ആഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓരോന്നിനെ കുറിച്ചും നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മുഴുവനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് എക്സലിൻ്റെ റിച്ച് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ്. എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.